സൗന്ദര്യം വഴി നോടുന്നു അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഉത്രാട ദിനത്തിലായിരുന്നു ഞാൻ പറവൂർ പോലീസ് സ്റ്റേഷന്റെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവർ ഓണാഘോഷത്തിന്റെ പരിപാടി വൈൻഡപ്പിന്റെ സമയമായിരുന്നു. മുണ്ടും ഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പോലീസുകാരാണെന്ന് അറിയാനും പറ്റിയില്ല. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ സാറേ സദ്യ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒരു പോലീസുകാരൻ മേലോട്ട് കയറ്റി വിട്ടു തന്നെ. സൂക്ഷിച്ചു വെക്കണം. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ? മേലോട്ട് കയറ്റി വിട്ട് നേരെ കയറി ചെന്ന് കഴിയുമ്പം എന്തോ മണമില്ലാത്ത എന്തോ വസ്തുവാണോ നീ കഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ അകാരണമായിട്ട് ഒരു 10ഓളം പോലീസുകാർ മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് സദ്യ ഉണ്ട് ഇരുന്നോന്ന് പറഞ്ഞു. ഇന്ന് ഈ സദ്യ കഴിച്ചിട്ട് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞ് ചോറ് വേണ്ടാത്ത മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഇട്ട് ചോറ് വിളമ്പി, കുറച്ച് ഒരു കറിയും വിളമ്പി, പിന്നെ ഒരു സാമ്പാറും വിളമ്പിയപ്പോഴത്തേക്കിനും ഞാൻ അറിയാതെ പരിപ്പുണ്ടോന്ന് ചോദിച്ചു പോയാ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി. ഈ ഫോൺ പോലീസുകാർ വാങ്ങി. അതെ, ഈ ഫോണ് പുതിയ ഫോണല്ല, സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. അവർ മേടിച്ചു തന്നതാണ്. പറവൂർ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് എൻ്റെ ECG ഒക്കെ ചെക്ക് ചെയ്തപ്പം ECG വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ ഇവിടെ കിടത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പെട്ടുപോയത്. പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ.